എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിയാസാണ്. 2008 യമഹ ആദ്യമായിട്ട് അവരുടെ സ്പോർട്സ് ബൈക്ക് R1 നിന്നും ഇൻസ്പയർഡ് ആയിട്ട് R15 എന്നൊരു മോഡൽ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ അന്ന് വരെ നിലനിന്നിരുന്ന ഒരു സ്പോർട്സ് ബൈക്കുകളുടെ സങ്കല്പത്തിൽ നിന്നും ഒരു ഹയർ ലെവലായിരുന്നു അന്ന് R15 ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. അതിനുശേഷം ഒരുപാട് വ്യത്യാസങ്ങളോടുകൂടി R15 വേർഷൻ 2 വന്നു, പിന്നീട് വേർഷൻ 3 വന്നു, പിന്നീട് വേർഷൻ 4 വന്നു. ഇത് R15 വേർഷൻ 4 എം എഡിഷനിലുള്ള വാഹനമാണ് നമ്മുടെ കയ്യിലുള്ളത്. R15 വേർഷൻ 4 എം ആണിത്. അപ്പോൾ ഈ വണ്ടിയുടെ സവിശേഷതകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം. അപ്പോൾ നമുക്കിന്ന് വണ്ടി തന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂരുള്ള പേസ് മോട്ടോഴ്സാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. വണ്ടിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ഇതാണ്. ഫ്രണ്ടിൽ തന്നെ നമുക്ക് നീളമേറിയ ഒരു വൈസറും നല്ല ഒരു വിസിബിലിറ്റി നൽകുന്ന ഒരു ഗ്ലാസുമാണ് ആദ്യമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാം. മറ്റുള്ള വേരിയൻറ്റിൽ നിന്നും എന്താ പറയുക, വളരെ വ്യത്യസ്തമായിട്ട് തന്നെ ഒരു പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത്. അത് ഞാനിപ്പോൾ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം. നമുക്ക് ഫ്രണ്ടിൽ ഒരു ഡിസൈൻ ഫാക്ടർ കാണിച്ചു തരാം. ക്ലിയർ ലെൻസാണ് വൈസർ വരുന്നത്. ഇതൊരു ഡിസൈൻ ഫാക്ടറാണ്, സ്റ്റിക്കറാണ് വരുന്നത്. നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട് കമ്പനി, പൗഡർ കോട്ടഡ് ആണ്. അപ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമ്പർ പ്ലേറ്റ് വെക്കാനുള്ള ക്ലാമ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതും നല്ല രീതിയിൽ തന്നെ കമ്പനി അലൈൻ ചെയ്തിട്ടുണ്ട്. ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ്സ് ആണല്ലോ ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമുക്കിനി താഴത്തോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ DRL കാണാം ഈ സൈഡിലായിട്ട്. ഇത് DRL ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നമുക്ക് പകലായാലും രാത്രി ആയാലും ഒരുവിധം നല്ല വിസിബിലിറ്റി തന്നെ വാഹനത്തിന് ഈ DRL നൽകുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സൊക്കെ വന്നിരിക്കുന്നത് LED ഇൻഡിക്കേറ്റേഴ്സാണ് വന്നിരിക്കുന്നത്. ഈ സെൻറ്ററിൽ കാണുന്നതാണ് ആ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് പറഞ്ഞത്. കമ്പനി പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ നമുക്കൊരു 37 mm അപ്സൈഡ് ഡൗൺ ഫോർക്ക് നമുക്ക് കാണാവുന്നതാണ്. അതൊരു ഗോൾഡൻ കളറിലൊക്കെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതും വണ്ടിക്ക് കുറച്ച് അട്രാക്ഷനാണ്. പ്ലാസ്റ്റിക് പാർട്ടെല്ലാം നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ജോയിൻസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ജോയിൻ്റ് ആണ്. ഗ്യാപ്പ് കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു സ്പോർട്സ് വെഹിക്കിളിൻ്റെ ഫീല് നമുക്ക് ഈ ഒരു സ്പോർട്സ് വെഹിക്കിൾ നൽകുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റി നമുക്ക് നൽകുന്നുണ്ട്. നല്ല കുഷനിങ് ഉള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഡെൽറ്റ ബോക്സ് ആണ് ഇതിൻ്റെ ഫ്രെയിം വരുന്നത്. മാത്രമല്ല ഫൂട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗം അലോയ് ആണ്, മെറ്റലല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ കൊറോഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചങ്ങോട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡബിൾ സീറ്റാണ്, സിംഗിൾ സീറ്റല്ല, സ്റ്റെപ്പ് സീറ്റ് എന്നൊക്കെയാണ് ഇതിനെ പറയാം. നമുക്ക് നല്ലൊരു സൈലൻസറിൻ്റെ മഫ്ലറും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കമ്പനി അലൈൻ ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പുറകിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ബാക്ക് വീലോട് ചേർന്ന് ഒരു ഹഗ്ഗൊക്കെ കാണാം. നല്ല രീതിയിൽ തന്നെ ചെളി തെറിക്കാതിരിക്കാനായിട്ട് അത് ഉപകരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക് വരുന്നത്. 155cc ലിക്വിഡ് കൂൾഡ് എൻജിനാണ് കമ്പനി ഇത് കൊടുത്തിരിക്കുന്നത്. 4 സ്ട്രോക്ക് സിംഗിൾ ഓവർ ഹെഡ് കാമാണ്, SOHC എന്ന് പറയാം കേട്ടോ. ഇതിനെ കംപ്രഷൻ റേഷ്യോ വരുന്നത് ഒരു 11.6:1 ആണ് കംപ്രഷൻ റേഷ്യോ വരുന്നത്. നമുക്കൊരു വെറ്റ് മൾട്ടിപ്പിൾ ഡിസ്ക്കാണ് നമുക്ക് കമ്പനി ഡിസ്ക് കൊടുത്തിരിക്കുന്നത്. വെറ്റ് ടൈപ്പാണ് ഡിസ്ക് കൊടുത്തിരിക്കുന്നത്. കോൺസ്റ്റൻറ്റ് മെഷർ 6 സ്പീഡാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത്. ഒരു 10,000 RPM നമുക്കൊരു 18.4 bhp പവർ നമുക്കിതിന് കിട്ടുന്നുണ്ട്. ഒരു 7,500 RPM 14 ആണ് വരുന്നത് ടോർക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് R15 V4 വരുന്നത് 6 വേരിയൻസും 8 കളേഴ്സാണ് മെയിനായിട്ട് വരുന്നത്. M ആണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന സിൽവർ ആയിട്ട് വന്നിരിക്കുന്നത്. 11 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ പഴയതിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒന്ന് പറയുന്നത് നമുക്ക് ഇതിൽ TFT സ്ക്രീനാണ് വരുന്നത്. പണ്ട് വന്നിരുന്നത് LED സ്ക്രീനാണ് വന്നത്. LED ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിലേക്ക് കാണിച്ചു തരാം. നമുക്ക് LED ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ അധികമായിട്ട് നമുക്ക് കാണിക്കാറുണ്ട്. ഇനി ഡിസ്ക് വീല് കാര്യങ്ങൾ ഒരു 17 ഇഞ്ച് അലോയാണ് നമുക്ക് ഇതിൽ ടയർ വരുന്നത്. 17 ഇഞ്ചിൻ്റെ അലോയ് ആണ് വരുന്നത്. നമുക്ക് പിന്നെ ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടിൽ ഇതാണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. മാത്രമല്ല ഡബിൾ പിസ്റ്റൻ്റെ ഡിസ്ക്കാണ് വരുന്നത്. ഫ്രണ്ടിൽ 282 mm ഡിസ്ക്കാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഡിസ്ക് വീല് വരുന്നത്. 282 mm കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഡബിൾ പിസ്റ്റൺ കാലിപ്പറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ.
ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ 220 mm ഡിസ്ക്കാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഈ ഓയിൽ ഒഴിക്കുന്ന ഭാഗം ഇതെല്ലാം വിസിബിൾ ആണ് കേട്ടോ, ഓയിൽ ഫിൽറ്റർ മാറുന്ന ഭാഗം. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ സർവീസിൻ്റെ ടൈം കാര്യങ്ങളൊക്കെ ഒരുപാട് ലാഭിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം ഒരുപാട് കിറ്റും കാര്യങ്ങളൊന്നും അഴിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. 220 mm റിയർ ഡിസ്ക് വീലാണ് നമുക്ക് കമ്പനിയിൽ കൊടുത്തിരിക്കുന്നത്. ഡുവൽ ചാനൽ ABS ആണ്, നിങ്ങൾക്ക് കാണാം. ABSൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഇതിനും വന്നിരിക്കുന്നത് സിംഗിൾ ഡബിൾ പിസ്റ്റൺ കാലിപ്പർ തന്നെയാണ് നമുക്ക് കമ്പനി ഇതിനും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ ഫ്രണ്ടിൽ ഡബിൾ ഡിസ്ക് കാലിപ്പറായി ഡബിൾ പിസ്റ്റൺ കാലിപ്പറായതിൻ്റെ പേരിൽ തന്നെ ബൈറ്റ് ഫോഴ്സ് ഇത്തിരി കൂടുതലായിരിക്കും. നമുക്കിവിടെ നമ്പർ പ്ലേറ്റും ഒക്കെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. LED ആണ് ടെയിൽ ലാമ്പും വരുന്നത്. അപ്പോൾ ബൾബും കാര്യങ്ങളൊന്നുമല്ല, എല്ലാം LED തന്നെയാണ് കമ്പനി ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം കമ്പനിക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു, R15 ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് ഇറക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇത്തവണ അത് കമ്പനി ഒഴിവാക്കിയിട്ടുണ്ട്. മാത്രമല്ല സസ്പെൻഷൻ്റെ ഈ ഭാഗം കാര്യങ്ങളൊക്കെ വരുന്ന അലോയ് തന്നെയാണ് വരുന്നത്. ഫൂട്ടസ്റ്റിൻ്റെ ഭാഗം അലോയ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ പേര് കൊറോഷൻ കുറച്ചൊക്കെ കണ്ടത്, ഇത് മെറ്റലാണ് ഈ ഭാഗം വരുന്നത് കേട്ടോ. അപ്പോൾ കൊറോഷൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നമുക്ക് ഫ്രീ ആവും. മാത്രമല്ല ക്വിക്ക് ഷിഫ്റ്റർ കമ്പനി ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്വിക്ക് ഷിഫ്റ്ററാണിത്. അതുകൂടാതെ സ്ലിപ്പർ ക്ലച്ചും കൂടി കമ്പനി വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഇതിൽ അടിക്കേണ്ട എയറിൻ്റെ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 പേരുണ്ടെങ്കിൽ അടിക്കേണ്ടതും ഒരാളുണ്ടെങ്കിൽ എത്രയാണ് എയർ അടിക്കേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് നൈറ്റ്, റേസിംഗ് ബ്ലൂ, ഇൻറ്റൻസിറ്റി വൈറ്റ്, വിവിഡ് മജന്ത എന്ന് പറയുന്നൊരു കളറുണ്ട്, മെറ്റാലിക്കാണതും. പിന്നെ MotoGP എഡിഷൻ, ഇത്രയും എഡിഷൻ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്കിവിടെ കാണാം എയറെല്ലാം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് പോകാൻ പാകത്തിലുള്ള ഒരു ഹോളും കാര്യങ്ങളൊക്കെ ഡിസൈൻ ഫാക്ടറിൻ്റെ ഭാഗമായിട്ടാണ് കമ്പനിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ സീറ്റ് തുറന്നു കഴിഞ്ഞാൽ അവിടെയാണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിക്കുള്ള അതിൻ്റെ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിരിക്കുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പറയുന്ന സമയത്ത് TFT സ്ക്രീനാണ് നമ്മൾ പറഞ്ഞല്ലോ. TFT സ്ക്രീൻ കൂടാതെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് സ്ക്രീനിൽ കാണിക്കാനുണ്ട്. ഇതാണ് ഫ്യൂവൽ ലിഡ് വരുന്നത്. ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. നല്ല പക്ക സീൽഡ് ആയിട്ടുള്ളൊരു ഫ്യൂവൽ ടാങ്കാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്തിരി പ്രൊജക്റ്റ് നിൽക്കുന്നതിൻ്റെ പേരിൽ തന്നെ വെള്ളമൊന്നും പെട്ടെന്നെങ്ങും മഴ പെയ്താലും കയറുന്ന പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് സ്ക്രീനിൻ്റെ കാര്യങ്ങളിലോട്ട് വരാം. നിങ്ങൾ കാണുന്ന ഈ സ്ക്രീൻ ഇതാണ് കേട്ടോ. ഈ അപ്സൈഡ് ഡൗൺ ഫോർക്കിൻ്റെ ക്യാപ്പ് എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ കമ്പനി ഒരു ബ്ലൂ ഷെയ്ഡിലാണ്. അപ്പോൾ ഇത് വരുന്നത് ബ്ലാക്ക്, സിൽവർ, ബ്ലൂ ഈ ഒരു കോമ്പിനേഷനാണ് ഇതിൽ കൂടുതലായിട്ട് നമുക്ക് കളേഴ്സിൽ കാണാവുന്നത്. റൈറ്റ് സൈഡിൽ എൻജിൻ കിൽ സ്വിച്ച് ആണുള്ളത്. പിന്നെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ ഉണ്ട്. ഇതെല്ലാം ഒരു പഴയ മോഡലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഇവിടെ സെലക്ഷൻ ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഇൻഡിക്കേറ്റർ, ഹോണ്, പിന്നെ അതുകൂടാതെ ബ്രൈറ്റ്, ഡിമ്മ്, ബ്രൈറ്റ് ഇതിൻ്റെ ഉണ്ട്. പിന്നെ ഹസാർഡും കൂടി ഉണ്ട് കേട്ടോ. ഹസാർഡും കൂടി വരുന്നുണ്ട്. ഇതിൽ നമ്മളിനി സ്ക്രീൻ ഓണാക്കി കാണിച്ചു തരാം. സ്ക്രീൻ ഓണാക്കുമ്പോൾ TFT സ്ക്രീനിൻ്റെ അതേ നല്ലൊരു ക്ലാരിറ്റിയോടെ വരുന്നുണ്ട്. പണ്ട് വന്നിരുന്ന LCD ആണ്, ഇപ്പോൾ TFT ആണ് സ്ക്രീൻ വരുന്നത്. നമ്മളുടെ ലെഫ്റ്റ് സൈഡിലെ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമ്മൾ മൊബൈലിൽ എങ്ങനെയാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അത് ടച്ചല്ല, പക്ഷെ എന്നിരുന്നാലും മൊബൈലിലൊക്കെ നമ്മൾ ജോയ്സ്റ്റിക്ക് പോലെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഹോം ബട്ടൺ ഉണ്ട്, പിന്നെ സെലക്ടർ ബട്ടൺ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മാറുന്നത് കാണാം, സ്ക്രീനിൽ മാറുന്നത് കാണാം. ട്രിപ്പ് മാറുന്നുണ്ട്. ഇപ്പോൾ ഓരോ ട്രിപ്പ് 1, ട്രിപ്പ് 2 ആയിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ലാപ്പ് ഇപ്പോൾ എത്ര നേരം കൊണ്ട് എത്ര ദൂരം കവർ ചെയ്തു ഈ ഒരു രീതിയിലോട്ടുള്ള മാറും. ഇതാണ് ഹോം സ്ക്രീൻ വരുന്നത്. മെനു, മ്യൂസിക്, അതുകൂടാതെ വെതർ, നാവിഗേഷൻ ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഇതൊരു സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിൻ്റെ ബേസിക്സ് വരുന്നത് ബ്ലൂടൂത്ത് വഴിയാണ്. ഇത് നമ്മുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് വഴിയാണ് വണ്ടിയുമായി കണക്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ലാസ്റ്റ് പാർക്കിംഗ് ലൊക്കേഷൻ നമുക്കറിയാൻ സാധിക്കും. വണ്ടി എത്ര മൈലേജ് തന്നു എന്നുള്ള കാര്യം നമുക്കറിയാൻ സാധിക്കും. മാത്രമല്ല വണ്ടിയുടെ ഒരു ഹെൽത്ത് കാര്യങ്ങൾ, ഇപ്പോൾ സർവീസ് ആയിട്ടുണ്ടോ, ഇതെല്ലാം കമ്പനി നമുക്കിതിൽ റിമൈൻഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ റിമൈൻഡ് ചെയ്യുമോ അത് കമ്പനി, ആ രീതിയിലാണ് കമ്പനി ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വഴി എല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ വണ്ടിയുടെ മൈലേജ്, റിയൽ ടൈം ആയിട്ടുള്ള മൈലേജ് നമുക്കറിയാൻ സാധിക്കും. മാത്രമല്ല വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ചിപ്പല്ല ആ മൊഡ്യൂൾ കാണിച്ചു തരാം. നമുക്ക് ഈ സീറ്റിൻ്റെ അടിയാണ്. അപ്പോൾ ഇച്ചിരി പുതിയ വണ്ടി അതിൻ്റെ പേരിൽ ഇച്ചിരി ഒന്ന് ബലം പിടിച്ചിട്ടാണ് സീറ്റ് നമുക്ക് തുറക്കാൻ സാധിക്കുള്ളൂ. ഒന്ന് വലിക്കണം, ഫ്രണ്ടിലോട്ട് വലിക്കണം. അപ്പോൾ വലിക്കാനുള്ള ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കാനുള്ള ഇതിലായിരുന്നു ഞാൻ. അപ്പോൾ നമുക്ക് ഇതിലറിയാൻ സാധിക്കുന്നത്
ലാസ്റ്റ് പാർക്കിംഗ് ലൊക്കേഷൻ അറിയാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ സർവീസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ അത് ഈ കാണുന്നതാണ് ബ്ലൂടൂത്തിൻ്റെ ചിപ്പ് വരുന്നത്. ഇവിടെ വേറെ കാര്യങ്ങളായിട്ടൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് എയ്ഡ് കിറ്റ് കാര്യങ്ങളായിട്ട് വെക്കാമെന്നുള്ളൂ. വേണമെങ്കിൽ ഒരു ടൂൾ കിറ്റ് കൂടി മേടിച്ചാൽ അതും കൂടി വെക്കാം. അത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. കാരണം BS6 വണ്ടികളതിൻ്റെ പേരിൽ ടൂൾ കിറ്റ് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. മെക്കാനിക്ക് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. 11 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ, ട്രാക്ഷൻ കൺട്രോൾ, ഡുവൽ ചാനൽ ABS, ഇതെല്ലാം ഈ വാഹനത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം. അപ്പോൾ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. 2,75,000 വണ്ടിയുടെ വില വരുന്നത്. ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന് ശുഭപ്രതീക്ഷയോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.